കൂട്ടരേ, മുണ്ടകൻ കൊയ്ത്തിന് കാലമായി, വരീൻ വരീൻ. തലപ്പുലയാ, മുണ്ടകൻ 100 മേനിയും വിളഞ്ഞല്ലോ. എല്ലാം മനക്കലെ തമ്പ്രാന്റെ യോഗം. മുണ്ടകൻ 100 മേനി വിളഞ്ഞാൽ മനക്കലെ തമ്പ്രാന്റെ യോഗം. പദം അളവിൽ കുറഞ്ഞാലോ കിടാങ്ങളുടെ യോഗക്കേടും. തലപ്പുലയാ, അതോർക്കുമ്പോൾ ഏന് തങ്കടം വരണ. സങ്കടപ്പെടാനൊന്നുമില്ല. പുലയൻ്റെ കൂറും മണ്ണിൻ്റെ നേരുമാ നാടിൻ്റെ ഐശ്വര്യം. എന്നാൽ ഞമ്മക്ക് ഈ കൊയ്ത്തങ്ങ് തുടങ്ങരുതോ? കൊച്ചമ്പ്രാൻ എന്താ എങ്ങനെ പടം പിടിക്കാൻ ഇറങ്ങിയതാണോ? വെറുതെ പടം പിടിക്കാനല്ല ഞാൻ ഇറങ്ങിയത്. അടിസ്ഥാനപരമായി ഞാനൊരു പത്രപ്രവർത്തകനാണ്. ഈ ഗ്രാമത്തെക്കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കണം. ഈ കൊയ്ത്തുകാലത്തിൻ്റെ പശ്ചാത്തലം അതിന് നന്നായി യോജിക്കുന്നുണ്ട്. ഈ പൊന്മണി നിറഞ്ഞ കതിർക്കുലകൾ കാറ്റത്തങ്ങനെ നാണിച്ച് നാണിച്ച് നൃത്തം ചെയ്യുമ്പോൾ ഈ നാടിൻ്റെ ചെറുമകൾ കറ്റകളെല്ലാം കൊയ്തു കൂട്ടുന്നു. ഐശ്വര്യസമൃദ്ധമായ നാട് വാഴുന്ന സർക്കാരിൻ്റെ നേട്ടം. എക്സലന്റ് റിപ്പോർട്ട്. കൊച്ചമ്പ്രാൻ എന്താ ഈ പുലമ്പണേ? ആര് നാണിച്ച് നിൽക്കണമെന്നായി പറയണേ? കൊച്ചമ്പ്രാൻ്റെ ഒരു നേരം പോക്ക്. തലമുറക്കെടുത്താതെ മാറിക്കാട്ടെ, ഞങ്ങളുടെ കയ്യട്ടെ. തേവാ, നീ 2 ശീലം അങ്ങോട്ട് പാടിക്കട്. മേളത്തിൽ കൊയ്യടി താളത്തിൽ കൊയ്യടി താഴെ നിൽക്കണ പെൺകൊടിയെ മുണ്ടകൻ നന്മണി വീണ്ടും പോലി പോലി കാവിലെ ദേവിക്കു കെട്ടുകാഴ്ച. മേളത്തിൽ കൊയ്യടി താളത്തിൽ കൊയ്യടി താഴെ നിൽക്കണ പെൺകൊടിയെ മേളത്തിൽ കൊയ്യടി താളത്തിൽ കൊയ്യടി താഴെ നിൽക്കണ പെൺകൊടിയെ. നിർത്ത്. എരിയുന്ന ചിതയുടെ മുകളിലിരുന്ന് പാട്ടുപാടുന്ന പരുഷകൾ തീയുടെ ചൂട് ആത്മാവോളം എത്തി. ഇവരുടെ അസ്തിത്വത്തെ അത് കാർന്നു തിന്നുന്നു. എന്നിട്ടും അവർ പാടുന്നു. കഴുത്തിൽ കുരുക്കിട്ട കൊലയാളിക്ക് വന്ദനം പാടുന്ന വർഗം. അതിന് താളം പിടിക്കാൻ ഒരു പരജീവിയും. സോറി, നോട്ട് പരജീവി ബട്ട് പത്രജീവി. ദാറ്റ് മീൻസ് ജേർണലിസ്റ്റ്. എന്നെ പഠിപ്പിക്കാനുള്ള പുറപ്പാടാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ, ദാറ്റ്സ് ഓൾ. ഭാരമേറിയ നുഖത്തിന് കീഴിൽ പിടയുന്നൊരു ജനതയുടെ മധ്യേ കിന്നരം വീട്ടുന്ന കോമാളികൾ. ഹോ, എൻ്റെ ദൗത്യം ഞാൻ എവിടെ നിന്ന് ആരംഭിക്കും? നിങ്ങൾ ആരാണ്? ചെങ്കുത്തായത് നിരപ്പാക്കുവാൻ, താഴ്വരകൾ നികത്തുവാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമാണ് ഞാൻ. ആരും മനസ്സിലാക്കരുത്, ആർക്കും മനസ്സിലാകുകയും വരുത്. പത്ര റിപ്പോർട്ടുകളുടെ മുഖമുദ്രയാണത്, പ്രത്യേകിച്ചും മന്ത്രിമാരുടെ പ്രസ്താവനകൾ. ഇതുപോലുള്ള 1-2 ഡയലോഗുകളാണ് എനിക്ക് വേണ്ടത്. നമുക്കൊരു ഇൻ്റർവ്യൂ നടത്തിയാലോ? കടന്നു പോകൂ. ഒരു പത്രപ്രവർത്തകൻ സ്വന്തമായ അസ്തിത്വമില്ലാതെ ഇങ്ങനെ ഒരു പരജീവിയായി നടക്കാതെ നിന്റെ നട്ടല്ലൂരി പിടിച്ച് വടിയാക്കി ഊന്നി നടക്ക്. നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ കൊയ്യുന്ന പാടശേഖരങ്ങൾ ആരുടേതാണ്? മനക്കലെ തമ്പ്രാന്റെ. ഈ കൊയ്തു മെതിക്കുന്നതല്ലോ മനക്കലെ തമ്പ്രാന്റെ. ആട്ടെ, ഒന്നുകൂടി ചോദിക്കട്ടെ, നിങ്ങൾ ആരുടേതാണ്? മനക്കലെ തമ്പ്രാന്റെ. അല്ല, നിങ്ങൾ നിങ്ങളുടേതാണ്. ചോരയും നീരുമുള്ള, മജ്ജയും മാംസവുമുള്ള, സ്വപ്നങ്ങളും അവകാശങ്ങളുമുള്ള മനുഷ്യർ, പച്ചയായ മനുഷ്യർ. മനസ്സിലായോ? ഞങ്ങൾ മനുഷ്യർ. അതെ, ദൂരെ കുടിലുകളിൽ വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ? അവരുടെ നിറഞ്ഞ കണ്ണുകൾ, എല്ലുന്തിയ നെഞ്ചുകൾ നിങ്ങൾ കാണുന്നില്ലേ? എന്നിട്ടും നിങ്ങൾ മനക്കലെ തമ്പ്രാന് വേണ്ടി പാട്ടുപാടി കൊയ്യുന്നു. ഉണരൂ, നിങ്ങൾ താമസിച്ചു പോയി. നിങ്ങളുടെ പച്ചയായ പ്രാണൻ വെറും പതിരായി പാറുന്നതിന് മുമ്പ് ഉണരൂ. ഞങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ എൻ്റെ കൂടെ വരുവിൻ. നിങ്ങളെ ഞാൻ ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കാം. അങ്ങ് ദൂരെ പാലും തേനും ഒഴുകുന്ന നാട്. എവിടെ? പാലും തേനും ഒഴുകുന്ന നാട് എവിടെ? അത് ദൂരെയാണ്. നിങ്ങളെ ഞാൻ അവിടെ എത്തിക്കാം. പാലും തേനും, മനക്കിലെ ഉണ്ണികൾ കഴിക്കുന്ന പാലും തേനും എങ്ങടെ കിടാങ്ങൾക്കത് കിട്ടുമെന്നോ? ഇരവും പകലും വെള്ളം തേകാതെ
പല ചാലുകൾ ഉഴാതെ നമുക്കെന്നും അന്നം കിട്ടുമെന്നോ? കഷ്ടം. ഹേയ് മിസ്റ്റർ, നിങ്ങൾ എന്തിനീ പാവങ്ങളുടെ ജീവിതത്തിൽ കുരിശുകൾ ഉയർത്തുന്നു? സഫലീകരിക്കാത്ത സ്വപ്നം പോലെ, അകന്നകന്നു പോകുന്ന മരീചിക പോലെ എന്തിനീ വാഗ്ദത്ത ഭൂമിയുടെ സുവിശേഷവുമായി നിങ്ങൾ കടന്നു വന്നു? ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നല്ലേ പ്രമാണം? അതിൻ്റെ അർത്ഥം നിങ്ങളും നിങ്ങൾ പിന്താങ്ങുന്ന വ്യവസ്ഥിതിയും ഇവർക്ക് വേണ്ടി പൂമത്ത തീർത്തിരിക്കുന്നുവെന്നാണോ? അടിമത്തത്തിൽ നിന്നും ഇവരെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത കാട്ടാനാണ് ഞാൻ വന്നത്. ഇവർക്ക് അവകാശപ്പെട്ട പാലും തേനും ഒഴുകുന്ന ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് ഞാനിവരെ നയിക്കും. മാർഗം ഇടുങ്ങിയതാണ്, എങ്കിലും ആ ലക്ഷ്യം എത്രയോ മോഹനം. അതിന് കൊടുക്കേണ്ട വില വലുതാണ്, എങ്കിലും നേട്ടം എത്രയോ കാമ്യം. പ്രഭു, ഞങ്ങൾ പിന്നിലുണ്ട്, അങ്ങ് നയിച്ചാലും. വരുവിൻ കൂട്ടരെ, പാടുവിൻ. ചങ്കിലെരിയുന്ന കനൽ തെളിച്ച് യാത്ര തുടങ്ങാം കൂട്ടരെ, ഹോയ് ഹോയ് യാത്ര തുടരാം കൂട്ടരെ. വാഗ്ദത്ത ഭൂമി അകലെ അകലെ, വാഗ്ദത്ത ഭൂമി അകലെ അകലെ, പാലും തേനും ഒഴുകണ നാട്, ഹോയ് 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 ഹോയ്. വാഗ്ദത്ത ഭൂമി അകലെ അകലെ, വാഗ്ദത്ത ഭൂമി അകലെ അകലെ. നിർത്തൂ, വരൂ, നമുക്ക് യാത്ര ആരംഭിക്കാം. ഹേയ്, പോകാൻ വരട്ടെ. നിങ്ങളെവിടെ പോകുന്നു? ഇവൻ പറയുന്നത് കേട്ടോ. ആട്ടിൻതോലാണ് ഞാൻ തെന്നായാണിവൻ. നിങ്ങൾക്കവൻ പുതിയ അടിമത്തമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഞാൻ പിറകിൽ നിന്നെല്ലാം കേൾക്കുകയായിരുന്നു. പാലും തേൻ അങ്ങ് ഒഴുകുകയാണത്രേ. എങ്കിൽ പിന്നെ ഇവനെന്തിനാണ് ഇങ്ങനെ പരദേശിയായിട്ട് നാട് ചുറ്റുന്നത്? ബൈ ദ ബൈ, ആളെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് നാട് വാഴുന്ന മന്ത്രി മാത്തച്ഛൻ. ഈ വരുന്ന തിരഞ്ഞെടുപ്പിലും അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. മറ്റൊരു ഇത്തൽ കണ്ണി, ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവൻ. എന്റെ സ്വരം സത്യത്തിൻ്റെതാണ്, എന്നയച്ചവൻ വിശ്വസ്തനാണ്. കണ്ടോ കണ്ടോ, ഞാൻ അന്നേരമേ പറഞ്ഞില്ലേ എന്തോ ചതിയുണ്ടെന്ന്. ഇവനെ ആരോ അയച്ചതാണ്. നിങ്ങളെ അവൻ അടിമകളാക്കും. നിങ്ങളെങ്ങും പോകണ്ട. ഈ നാട് തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം. കൃഷിഭൂമി കർഷകന് എന്നതാണ് എൻ്റെ പാർട്ടിയുടെ മുദ്രാവാക്യം. കൃഷിഭൂമി കർഷകനോ? എക്സലന്റ് മാനിഫെസ്റ്റോ. ഈ കാണും പാടശേഖരങ്ങൾ എങ്ങൾക്ക് തരുമെന്നോ? മനക്കലെ തമ്പ്രാന്റെ ഈ സമ്പത്ത് ഞങ്ങൾക്കോ? ശരിയാണ്, നമുക്ക് ആ ദൂരെയുള്ള ഭൂമി വേണ്ട. നമുക്ക് ഈ മണ്ണ് മതി. നമ്മുടെ വിയർപ്പ് വീണ മണ്ണല്ലേ. ഇദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട്. അതെ, ഈ മണ്ണിൽ നമ്മുടെ ജീവിതം മുഴുവൻ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. പൊയ്പോയ തലമുറകൾ ഉഴുതു പദം വരുത്തി കനകം വിളയിച്ച മണ്ണ്. ഈ മണ്ണ് നമുക്ക് കിട്ടുമെങ്കിൽ നമുക്കെങ്ങും പോകണ്ട. കൃഷിഭൂമി കർഷകന്, വരുവിൻ കൂട്ടരെ, പാടുവിൻ. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയേ. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയേ. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയേ. നിർത്ത് നിർത്ത് നിർത്ത്. കൊള്ളാം കൊള്ളാം. നിങ്ങൾ എൻ്റെ കൂടെ വരുവിൻ. നീ എവിടെ പോയി മറഞ്ഞു? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഈ കഴുകന്മാരോട് എതിർത്ത് നിൽക്കാൻ എനിക്ക് സാധ്യമല്ലെന്ന്. അപ്പോൾ നീ പറഞ്ഞു, അവിടെ പറയേണ്ടത് നിനക്ക് അപ്പോൾ തോന്നിക്കുമത്രേ. എന്നിട്ടെന്തായി? കണ്ടില്ലേ, നിന്റെ ജനത്തെ അവൻ പിടിച്ചുകൊണ്ടുപോയത്. അതിന് സാക്ഷ്യം വഹിക്കുവാൻ ഒരു നോക്കുകുത്തി പോലെ എന്തിനെന്നെ അയച്ചു? ഈ വ്യതകളുടെ മാറാപ്പ് ചുമക്കുവാനോ? മർദ്ദിതൻ്റെ കണ്ണീർ വീണ് കുതിർന്ന ഈ മണ്ണിൽ ഞാൻ ഇനി എന്ത് ഗീത പാടുവാൻ? അതെ, അവൻ ജയിച്ചു. അവൻ നേതാവായി. പാവങ്ങളുടെ ചോര കുടിച്ച് ഇനിയും അവൻ കൊഴുത്തു തടിക്കും. മാന്യമഹാജനങ്ങളെ, പാവപ്പെട്ടവന് ഒരു നല്ല നാട് സൃഷ്ടിക്കുവാൻ വേണ്ടി എൻ്റെ പാർട്ടി
അധികാരത്തിൽ വന്നിരിക്കുന്നു. ഇവിടുത്തെ പട്ടിണി കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറയുന്നു. ദാരിദ്ര്യ ഉച്ചാടനം അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യം. എക്സലന്റ്. ഖരീബി ഘടാവോ. എൻ്റെ പാർട്ടി അധികാരത്തിൽ വന്ന നിമിഷം മുതൽ അതിന് ചില തൽപരകക്ഷികൾ തുറക്കം വയ്ക്കുന്നുണ്ട്. നമുക്കൊരുമിച്ച് അതിനെ പരാജയപ്പെടുത്താം. അങ്ങനെ ഈ നാട്ടിലെ ദാരിദ്ര്യവും അനീതിയും നമുക്ക് തുടച്ചു മാറ്റാം. ക്ഷമിക്കണം, എനിക്ക് അത്യാവശ്യമായി മറ്റൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. നിർത്തൂ. നീ അതെ, ഞാൻ തന്നെ. വഴിമുടക്കാതെ മാറി നിൽക്കണം. ഞാൻ അല്പം തിരക്കിലാണ്. സാധ്യമല്ല. നിന്റെ സഹോദരന്റെ മുതുകിൽ നീ യാത്ര ചെയ്യരുത്. മാറിയില്ലെങ്കിൽ നിന്റെ നെഞ്ചിലൂടെ ഞാൻ യാത്ര ചെയ്യും. ഭീരു, അതിനുള്ള കരുത്ത് നിനക്കില്ല. ഡ്രൈവർ, എന്താണ് നിന്റെ കൂട്ടുകാർ കുനിഞ്ഞു നിൽക്കുന്നത്? അവരുടെ നട്ടെല്ലാം അദ്ദേഹം ഊരിയെടുത്തു. എന്തിന്? അധികാരത്തിന്റെ ചെങ്കോൽ തീർക്കുവാൻ. അവർ ഇന്ന് വെറും പാവകളാണ്. അത്രയും വില നീ പാവങ്ങളുടെ ജീവന് കൊടുത്തിരുന്നെങ്കിൽ. വേണ്ട, നീ എന്നെ പഠിപ്പിക്കണ്ട. അധികാരം ഇന്ന് എൻ്റെ കയ്യിലാണ്. നിന്നെ കൊന്നാലും ആരും എന്നോട് ഒന്നും ചോദിക്കില്ല. ഒരു വിമോചകനും അവൻ്റെ ഒരു വാത്തത്ത ഭൂമിയും. നിർത്ത്. നിന്റെ അധികാരത്തിന്റെ അടിത്തറ ഇളകിയിരിക്കുന്നു. എന്നെ അയച്ചവന്റെ ശക്തി നിനക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഈ മർദ്ദിതരുടെ നിലവിളി അവിടത്തെ പക്കൽ എത്തിയിരിക്കുന്നു. ഇവനെ കൊല്ലൂ. ആവശ്യത്തിലധികം ചിലയ്ക്കുന്ന ഈ പട്ടിയെ. എന്തോ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് സാധ്യമല്ല. എനിക്കതിന് ശക്തിയില്ല. എന്താടാ നീ കൈകെട്ടി നോക്കി നിൽക്കുകയാണോ? അയ്യോ, അതിന് മാത്രം എന്നെ കൂട്ടുപിടിക്കരുതേ. കൊലയും കൊള്ളിവയ്പും എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഞാൻ നിർദോഷിയും നിഷ്കളങ്കനുമായൊരു പത്രജീവിയാണ്. അപ്പോൾ ഇത്രയും നാൾ നീ എൻ്റെ ഉപ്പും ചോറും നിന്നതോ? അത് അരച്ചാൻ വയറിന് വേണ്ടിയാണ്. ഇപ്പോൾ എനിക്കും തോന്നുന്നു അയാൾ പറഞ്ഞതിലും എന്തോ കാര്യമുണ്ടെന്ന്. നിർത്ത്. എൻ്റെ ചോറ് തിന്നുന്ന ഒരു പട്ടിയുമില്ല ഇവിടെ. വേണ്ട, നിന്റെ കൂട്ടുകാരെ ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കും. അതിനുവേണ്ടി ഞാൻ അവരുടെ നട്ടല് തിരിച്ചു നൽകും. ജനം മുഴുവൻ നശിക്കുന്നതിലും നല്ലത് ഒരാൾ മരിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്നെ മാത്രമേ നശിപ്പിക്കാനാകൂ. ചരിത്രത്തിൻ്റെ ഗതി നിങ്ങൾക്ക് മാറ്റാനാവില്ല. അതാ ആ വാഗ്ദത്ത ഭൂമിയിൽ നിന്നുള്ള സംഗീതം എൻ്റെ കർണപുടങ്ങളിൽ. തകർക്കൂ, അവനെ കൊല്ലൂ. ഒരു വിമോചകനും അവൻ്റെ ഒരു വാത്തത്ത ഭൂമിയും കഴിഞ്ഞു. ഇതോടെ എല്ലാം. ഇല്ല ഇല്ല, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, എനിക്ക് പങ്കില്ല, എനിക്ക് പങ്കില്ല. സബാഷ് സബാഷ്. ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങൾക്ക് അപ്പം തരൂ. വിശപ്പും ദാഹവും നിങ്ങൾക്കുള്ളതല്ല. തിരിഞ്ഞു നിൽക്കൂ. നിങ്ങളുടെ നാട്ടല് ഞാൻ ഊരട്ടെ. സാധ്യമല്ല. ഇനിയും ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾ മടുത്തു. പട്ടിണി മാത്രം മിച്ചം. ഞങ്ങൾക്ക് ആഹാരം തന്നില്ലെങ്കിൽ നിന്റെ ജീവൻ ഞങ്ങൾ എടുക്കും. നിൽക്കൂ നിൽക്കൂ. വേണ്ട വേണ്ട വേണ്ട. നിൽക്കൂ നിൽക്കൂ. നമ്മൾ പണി ചെയ്ത ആ വയലുകൾ എവിടെ? പാലും തേനും ഒഴുകുന്ന ആ നാട് എവിടെ?
നമുക്ക് ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകാം. പക്ഷേ നമ്മെ ആര് നയിക്കും? ആര് നയിക്കാൻ? പ്രവാചകനെ നിങ്ങൾ കൊന്നില്ലേ? ഞങ്ങളോ? അതെ, നിങ്ങൾ തന്നെ. നേതാവിന്റെ വാക്ക് കേട്ട് നിങ്ങൾ ആരെയാണ് കൊന്നത്? ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങളുടെ ബുദ്ധി മന്ദിച്ചു പോയിരുന്നു. വിലാപമല്ല ഇവിടെ ആവശ്യം, പ്രവൃത്തിയാണ്. വരൂ, ഇത് കണ്ടോ? ഈ വടിയൂന്നി നമ്മൾക്ക് യാത്ര ആരംഭിക്കാം ആ വാഗ്ദത്ത ഭൂമിയിലേക്ക്. അതിനു മുമ്പ് ഇതാ ഒരു വിപ്ലവത്തിൻ്റെ ബാക്കി പത്രം. ഇത് സംസ്കാരം ചെയ്യുക. എല്ലാവരും പോയി ആ വാഗ്ദത്ത ഭൂമിയിലേക്ക്. ഇനിയും ഞാനിവിടെ എന്ത് റിപ്പോർട്ട് ചെയ്യാൻ? ഞാനും പോകട്ടെ ആ വാഗ്ദത്ത ഭൂമിയിലേക്ക്. ഒന്നും റിപ്പോർട്ട് ചെയ്യാനല്ല, ഒന്നും റിപ്പോർട്ട് ചെയ്യാനല്ല. സമത്വവും സാഹോദര്യവും പ്രമോട്ട് ചെയ്യാൻ. ചങ്കിലെരിയുന്ന കനൽ തെളിച്ച് യാത്ര തുടങ്ങാം കൂട്ടരെ. യാത്ര തുടരാം കൂട്ടരെ. വാഗ്ദത്ത ഭൂമി അകലെ അകലെ, വാഗ്ദത്ത ഭൂമി അകലെ അകലെ.